തൃശൂർ മറ്റത്തൂർ കൂറുമാറ്റത്തിൽ കോൺഗ്രസ് നടപടി കർശനമാക്കുന്നതിനിടെ DCCക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടപടി നേരിട്ട കോൺഗ്രസ് വാർഡ് മെമ്പർമാരും നേതാക്കളും. വിപ്പ് നൽകിയെന്ന് DCC പ്രസിഡന്റ് പറയുന്നത് നുണപ്രചാരണമാണ്. CPIM വിരോധത്തിൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ വിമതരുൾപ്പെടെ 10 പേരെ അയോഗ്യരാക്കാനുള്ള നടപടി നേതൃത്വം തുടങ്ങി. DCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മറ്റത്തൂരിൽ BJPയുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കൾ. വിപ്പ് നൽകിയിരുന്നുവെന്ന DCC പ്രസിഡന്റിന്റെ വാദം സഖ്യ നേതാക്കൾ തള്ളി. വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റിയല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ വിപ്പേ നൽകിയിട്ടില്ല. പാർട്ടി തങ്ങളെ കേൾക്കണം, നിർദ്ദേശങ്ങളുണ്ട്, അംഗീകരിച്ചാൽ പാർട്ടിക്ക് വഴങ്ങും. അച്ചടക്ക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അല്ല, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, നടപടി ഉണ്ടാവും. നടപടി അത് അദ്ദേഹത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. BJPയുമായി ധാരണ ഉണ്ടാക്കിയത് അറിയാതെയാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ കോൺഗ്രസ് വാർഡ് മെമ്പർ അക്ഷയ് സന്തോഷ് മലക്കം പറഞ്ഞു. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. BJP നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് മറ്റത്തൂരിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സഖ്യമായി മത്സരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.